നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കാർഷിക മേള ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി പ്രൊഫസർ KV തോമസ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണകൾ ഉയർത്തിയ അന്തരീക്ഷത്തിൽ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന കൂട്ടയോട്ടം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ദ്രോണാചാര്യ അവാർഡ് ജേതാവ് KP തോമസ് മാഷ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ താലൂക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെയും പ്രാഥമിക കാർഷിക വികസന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെയും സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം. തൊടുപുഴയിൽ പുതിയ മിനി ബൈപ്പാസിന്റെ നിർമ്മാണം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് മിനി ബൈപ്പാസ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല സുഹൃത്തിനെ തേടി സാഹിത്യ അക്കാദമി ചെയർമാൻ പെരുമ്പടവം ശ്രീധരൻ തൊടുപുഴയിലെത്തി. തൊടുപുഴയിലെ ആദ്യകാല ഡാൻസ് മാസ്റ്ററായ നൃത്ത കലാലയിൽ ഡാൻസർ K. യശോധരന്റെ മഠത്തിക്കണ്ടത്തുള്ള വീട്ടിലാണ് പെരുമ്പടവം എത്തിയത്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കാർഷിക മേള ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ നടക്കുമെന്ന് ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ മന്ത്രി PJ ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലാണ് കാർഷിക മേള നടക്കുന്നത്. ഡിസംബർ 26 വൈകിട്ട് 5:30 കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സഹമന്ത്രി പ്രൊഫസർ KV തോമസ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. PT തോമസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകന് 2 ലക്ഷം രൂപയും കർഷക തിലക് അവാർഡും നൽകി ആദരിക്കും. ഇടുക്കി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനും മികച്ച ജൈവ കർഷകനും ഓരോ 1 ലക്ഷം രൂപയും പുരസ്കാരവും നൽകും. 27 ഉച്ചകഴിഞ്ഞ് 3 ഭക്ഷ്യസുരക്ഷയും പുരോഗതിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 ജോർജ് പീറ്റർ നയിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും. 28 തെങ്ങ് കൃഷിയും നാളികേര ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 29 രാവിലെ 10:30 ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്വാന പ്രദർശനം നടക്കും. മന്ത്രി K. ബാബു ശ്വാന പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 നടക്കുന്ന ജലസുരക്ഷാ സെമിനാർ ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. 30 വൈകിട്ട് 7 മണിക്ക് ഗാനസന്ധ്യയും മിമിക്സ് പരേഡും നടക്കും. 31 ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന റബ്ബർ കൃഷിയും വിലയിടിവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ധനമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന പച്ചക്കറി കൃഷിയും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്യും. 2 ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ക്ഷീരകർഷക സമ്മേളനം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന കലാപരിപാടികൾ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കസ്തൂരി രംഗൻ റിപ്പോർട്ടും ജനവാസ കേന്ദ്രങ്ങളും എന്ന വിഷയത്തിൽ സിംപോസിയം നടക്കും. വൈകിട്ട് 7 ജാഫർ ഇടുക്കി ഒരുക്കുന്ന ചിരി സായാഹ്നം ഉണ്ടായിരിക്കും. 4 വൈകിട്ട് 5:30 കർഷക അവാർഡ് വിതരണവും സമാപന സമ്മേളനവും നടക്കും. കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ ഭാരവാഹികളായ പ്രൊഫസർ MJ ജേക്കബ്, മത്തച്ചൻ പുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കാർഷിക മേള ഡിസംബർ 26 ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ് ആണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളന ഉദ്ഘാടനം മന്ത്രി CN ബാലകൃഷ്ണൻ തന്നെ നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ 27 മുതൽ ഉണ്ടായിരിക്കും. 7 ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും നല്ല ജൈവ കർഷകനെ കണ്ടെത്തി
2 ലക്ഷം രൂപയുടെ കർഷക തിലക അവാർഡ് നൽകുന്നതാണ്. അതുപോലെ ക്ഷീര കർഷകനും പ്രത്യേക അവാർഡുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകന് പ്രത്യേകമായ അവാർഡുണ്ടായിരുന്നു. 26-ാം തീയതി പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രനായിരിക്കും കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നണി ഗായിക മഞ്ജരിയുടെ നേതൃത്വത്തിൽ ഗാനമഞ്ജരി നടക്കും. തുടർന്ന് ചലച്ചിത്രതാരം ഷംന കാസിമും സംഘവും നൃത്തം അവതരിപ്പിക്കുന്നതാണ്. 27-ാം തീയതി ജോർജ് പീറ്ററിൻ്റെ നേതൃത്വത്തിൽ യാഫിൻ നിസാർ, അരുൺ നായിക്ക്, മിഥുൻ, ലത തുടങ്ങിയവർ പങ്കെടുക്കുന്നു. 29-ാം തീയതി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഡോഗ് ഷോ ഉണ്ടായിരിക്കുന്നു. കാരണം ഈ കുളമ്പ് രോഗം വന്നതുകൊണ്ട് ഈ കാലിപ്രദർശനവും മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ക്ഷീരകർഷക സമ്മേളനം 2-ാം തീയതി ഉണ്ടായിരിക്കും. തൊടുപുഴയിലെ കാർഷിക മേളയുടെ പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ ഭാരവാഹികളായ പ്രൊഫസർ എം ജെ ജേക്കബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, എം മോനിച്ചൻ, ബ്ലേസ് ജി വാഴയിൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ്, കൗൺസിലർമാരായ നജീർ ഷാഹുൽ ഹമീദ്, ഷീജ ജയൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര, ന്യൂമാൻ കോളേജ് ബർസാർ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എല്ലാ വർഷവും വളരെ ആഡംബരമായി ഗാന്ധി സ്റ്റഡി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനനായ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കാർഷിക മേള നടന്നു വരികയാണ്. തൊടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇന്ന് തൊടുപുഴ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ കാർഷിക മേളയിൽ പങ്കെടുക്കുവാൻ ആളുകൾ വരികയും അതുപോലെ വിവിധങ്ങളായ വിഭവ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലൈബ്രറിക്കുള്ള IV ദാസ് പുരസ്കാരം നേടിയ മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ അനുമോദന യോഗവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ലൈബ്രറി ഹാളിൽ നടന്ന അനുമോദന യോഗം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും കൂടുതൽ കലാപ്രവർത്തനങ്ങളടക്കം സാമൂഹ്യ പ്രവർത്തനമടക്കം നടത്തുന്ന ലൈബ്രറിക്കുള്ള സമാധാനം പരമേശ്വരൻ അവാർഡ് ഈ ലൈബ്രറിക്കാണ് ലഭിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ കഴിഞ്ഞ വർഷം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ലൈബ്രറിയായി തെരഞ്ഞെടുത്തത് ജയ്ഹിന്ദ് ലൈബ്രറിയാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള IV ദാസ് പുരസ്കാരം ജയ്ഹിന്ദ് ലൈബ്രറി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ യുവജനക്ഷേമ ബോർഡിന്റെയും നെഹ്റു യുവ കേന്ദ്രയുടെയും എല്ലാം അവാർഡുകൾ ഈ കാലഘട്ടത്തിനിടയിൽ ജയ്ഹിന്ദ് ലൈബ്രറി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ലൈബ്രറിക്കുള്ള അവാർഡ് ജയ്ഹിന്ദ് ലൈബ്രറി കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ അത് ഈ പ്രദേശത്തെ മാത്രം ജനങ്ങളുടെ ഒരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിലെ മികച്ച ഗ്രന്ഥശാല എന്നുള്ള നിലയിൽ ഈ ലൈബ്രറിയെ തെരഞ്ഞെടുത്തപ്പോൾ ജയ്ഹിന്ദ് ലൈബ്രറിയിലെ സജീവിനും സജിക്കും ലൈബ്രറിയിലെ അംഗങ്ങൾ സ്വരൂപിച്ച ചികിത്സാ സഹായം മുതലക്കോടം പള്ളി വികാരി ഫാദർ ജോസഫ് അടപ്പൂർ കൈമാറി. വായനാ മത്സരങ്ങളിലെ വിജയികൾക്ക് ജോർജ് അഗസ്റ്റിൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജയ്ഹിന്ദ് ലൈബ്രറിയുടെ എംബ്ലം ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ജോർജ് താന്നിക്കൽ, അഡ്വക്കേറ്റ് NI ബാലകൃഷ്ണൻ, ബാബു പള്ളിപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സാംസ്കാരിക സന്ദേശ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ഗ്രാന്റ് തടഞ്ഞുവെച്ചിരിക്കുന്നത് അനുവദിക്കുക,
പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത്. തൊടുപുഴയിൽ നൽകിയ സ്വീകരണത്തിൽ TS വിജയൻ, KM ബാബു, ജോർജ് അഗസ്റ്റിൻ, ജാഥ അംഗങ്ങളായ ഗംഗാധരൻ പിള്ള, NS വിനോദ്, ഉമയനല്ലൂർ കുഞ്ഞികൃഷ്ണപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകളെ കവച്ചു വെക്കുന്ന നിലയിലുള്ള ആവേശകരമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ ഞങ്ങളുടെ ജാഥ എത്തിച്ചേർന്നത് വളരെ പ്രതികൂല സാഹചര്യങ്ങളുള്ള ഒരു ദിവസമാണ്. ഇന്ന് സംസ്ഥാനത്താകെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലാണ്, റോഡിൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഇന്ന് രാവിലെ ഏലപ്പാറ മുതൽ കട്ടപ്പനയിലും അടിമാലിയിലും തൊടുപുഴയിലും ഈ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യം എത്രത്തോളം ന്യായമാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇന്നും ഇതിനു മുമ്പുള്ള ദിവസങ്ങളിലും ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ള സ്വീകരണങ്ങൾ. ചില സ്വീകരണ യോഗങ്ങളിൽ 1000-ലേറെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുത്തവർ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം ഭാഗമായി പ്രവർത്തിക്കുന്നവരല്ല, ഭരണപക്ഷവുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഐക്യഭാരതത്തിന്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണകൾ ഉയർത്തിയ അന്തരീക്ഷത്തിൽ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന കൂട്ടയോട്ടം തൊടുപുഴയിൽ നടന്നു. ഐക്യഭാരതത്തിന്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണകൾ ഉയർത്തിയ അന്തരീക്ഷത്തിൽ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന കൂട്ടയോട്ടം തൊടുപുഴയിൽ നടന്നു. ഗുജറാത്തിലെ നർമ്മദ സരോവർ നദിയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ഭാരതത്തിന്റെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രചാരണാർത്ഥമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷിക ദിനമായ ഞായറാഴ്ച സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകത ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ദ്രോണാചാര്യ അവാർഡ് ജേതാവ് KP തോമസ് മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെയൊരു സംഭവത്തിൽ വന്ന് പങ്കെടുക്കാനും ഭാഗമാക്കുകയും ചെയ്യുന്ന അവസരം ഉണ്ടാക്കി തന്ന ഈ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൂട്ടയോട്ടം നന്ദി ഫോർ യൂണിറ്റി എന്ന കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൊട്ട് പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ ട്രസ്റ്റ് ചെയർമാനും മുൻ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനുമായ ബാബു പരമേശ്വരൻ, സർദാർ വല്ലഭായ് പട്ടേൽ ഏകതാ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് അറക്കൽ, കൂട്ടയോട്ട സംഘാടക സമിതി ഭാരവാഹികളായ PA വേലുക്കുട്ടൻ, ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, KS അജി, അഡ്വക്കേറ്റ് S സത്യൻ, ബിനു R തുടങ്ങിയവർ പ്രസംഗിച്ചു. BBC ന്യൂസ് തൊടുപുഴ. ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുചക്ര വാഹന റാലി നടത്തി. ആറന്മുളയെ രക്ഷിക്കുക, പശ്ചിമഘട്ടത്തെ പരിരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇരുചക്ര വാഹന റാലി നടത്തിയത്. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച റാലി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സ്വാമി ദേവചൈതന്യ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് റാലിയിൽ അണിനിരന്നത്. മുനിസിപ്പൽ പ്രസിഡന്റ് അരുൺ ജയൻ, KV രഞ്ജിത്ത്, OM രാജേഷ്, സിനോയ്, സിനോജ് ബാബു, അനിൽ തെക്കുംഭാഗം തുടങ്ങിയവർ നേതൃത്വം നൽകി. നടപ്പിലാക്കുവാൻ പ്രക്ഷോഭരംഗത്ത് അണിചേരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വിളംബര യാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു.